ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ ഹജ്ജിന് പോകുന്ന നേരത്ത് ഒരു സംഭവം പറയുന്നുണ്ട്. അന്നൊരു പെണ്ണ് പറഞ്ഞു ഭർത്താവിനോട്, ഭർത്താവ് ഹബീബിൻ്റെ കൂടെ ഹജ്ജിന് പോവുകയാണ് സ്വല്ലല്ലാഹു. അള്ളാഹു നമുക്കൊക്കെ ഹജ്ജ് നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് മബ്റൂറായ മഖ്ബൂലായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഹുജ്ജബി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ചെയ്യുന്ന ഹജ്ജല്ലേ, ഞാനും അതിന് വരട്ടെയോ, എന്നെയും ഹജ്ജിന് കൂടെ കൂട്ടണമേ എന്ന് ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് ചോദിക്കുകയാണ്. ഞാനും പോരട്ടെ ഹജ്ജിന് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു കൊണ്ടുപോകാൻ വണ്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. മാലി മാ ഉഹജ്ജുകി ബിഹി, നിങ്ങളെ ഹജ്ജ് ചെയ്യിക്കാൻ വണ്ടി വേണ്ടേ? അന്ന് ഒട്ടകല്ല, ഒട്ടകപ്പുറത്ത് ഒരാൾക്കുള്ള സാധനങ്ങൾ വഹിച്ച് കൊണ്ടുപോകും, പിന്നെ ഒരാൾക്ക് അവിടെ സീറ്റ് ഉണ്ടാവുള്ളൂ, ബാക്കി ലഗേജ് ആയിരിക്കും. അപ്പോൾ സീറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അഹിജ്ജനി അലാ ജമലിക ഫുലാൻ, നിങ്ങൾക്ക് വേറെ ഒട്ടകണ്ടല്ലോ, എന്നാൽ ഞാൻ അതിൽ പോന്നൂടെ, എനിക്കത് തന്നൂടെ എന്ന് ചോദിച്ചു. വണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം വേറെ എന്തൊരു വണ്ടിയില്ല അവിടെ, എന്നാൽ അതിൽ പോന്നോട്ടെ എന്ന് ചോദിക്കുന്ന പോലെ. അപ്പം അദ്ദേഹം പറഞ്ഞു ദാക ഹബീസുൻ ഫീ സബീലില്ലാഹ്, അത് ഞാൻ അള്ളാഹുവിന് വേണ്ടി കൊടുത്ത ഒട്ടകമല്ലേ, അത് പിന്നെ നമുക്ക് കയറാൻ പറ്റൂല, അത് അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തില്ലേ. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈത്തപ്പനത്തോട്ടം കൊടുത്തപ്പോഴ് സ്വതക്ക, ജാരിയായ സ്വതക്കയായി 40 ഈത്തപ്പനകളുള്ള ഒരു തോട്ടം കൊടുത്തപ്പോഴേ ഹബീബിൻ്റെ മജ്ലിസിൽ വന്നിട്ട് അത് കൊടുക്കണത്. നബി എൻ്റെ ഇന്ന സ്ഥലത്തുള്ള എൻ്റെ ഈത്തപ്പന, ഒരു പകൽ സമയത്താണ് ഹബീബിനോട് പറയാ സ്വല്ലല്ലാഹു നബിയെ, അത് ദീനിൻ്റെ സ്വതക്കയാണ്, ദഅഹ ഹൈഥു ശിഅത യാ റസൂലല്ലാഹ്, അങ്ങ് എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചിലവഴിച്ചോളി നബിയെ. ഇത് ഇവിടെ പറഞ്ഞിട്ട് ഹബീബിൻ്റെ മുമ്പിൽ പറഞ്ഞതിന് മുമ്പിൽ ഓടുകയാണ്. ഓടിയിട്ട് തോട്ടത്തിൽ, അപ്പോൾ ചിലപ്പോൾ ഭാര്യ അവിടെ ഉണ്ട്, തോട്ടത്തിലുണ്ട്, അവരവിടെ താമസിക്കുന്നുണ്ട്. യാ ഉമ്മദ്ദഹ്ദാ ഉഖ്റുജി, ഉമ്മുദ്ദഹ്ദ അവിടെ നിന്ന് ഇറങ്ങിക്കോ ഫഇന്നഹാ ലില്ലാഹി വലി റസൂലിഹി, ഇത് അള്ളാഹുക്കും റസൂലിനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നിൽക്കല്ലേ, അവിടുത്തെ തണൽ പോലും ഇനി എന്ത് ചെയ്യരുത്, നിങ്ങൾ എടുക്കരുത്, വേഗം ഇറങ്ങിക്കോ, കുട്ടികളെ കൊണ്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മുദ്ദഹ്ദ റളിയല്ലാഹു അൻഹ കുട്ടികളെ പിടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് എന്തേ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ്, ഞാൻ അത് അള്ളാഹ്ക്ക് കൊടുത്തു കഴിഞ്ഞു, നീ നമുക്ക് പറ്റൂല, അത് അള്ളാഹ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്, ഫഇന്നഹാ ലില്ലാഹി വലി റസൂലിഹി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദാക ഹബീസുൻ ഫീ സബീലില്ലാഹ്, ആ ഒട്ടകം അത് തരാൻ പറ്റൂല, അത് അള്ളാഹ്ക്ക് കൊടുത്തില്ലേ. ഫഹുജ്ജബി അലാ നാദുഹിക, അങ്ങനെയാണെങ്കിൽ പിന്നെ നാദുഹ ഉണ്ടല്ലോ, നിങ്ങളുടെ ഒട്ടകം വെള്ളം കോരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒട്ടകമുണ്ടല്ലോ, ആ ഒട്ടകത്തെ അതങ്ങ് എന്ന് തന്നൂടെ, ഞാൻ അതിൻ്റെ പുറത്ത് വന്നോളാം, മക്കത്തേക്ക് ഹജ്ജ് ചെയ്യാനല്ലേ, ഹബീബിൻ്റെ കൂടെ ഹജ്ജ് ചെയ്യാനല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാക നഅ്തഖിബുഹു അന വ ഇബ്നുകി, അത് ഞാനും നിൻ്റെ മോനും, എൻ്റെ മോൻ തന്നെ, ഞാനും നിൻ്റെ മോനും പിന്നെ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനമല്ലേ, അത് പോയി ഇത് കേടന്നാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ഉണ്ടാവുക? ശരിക്കും പറഞ്ഞാൽ മുമ്പിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല, വകുപ്പില്ല, മുമ്പിൽ കൊണ്ട് വയ്യ. അപ്പം ഉപദേര് പറഞ്ഞു ഫബിഅ സമറതക, എന്നാൽ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഈത്തപ്പഴം, അത് വിറ്റാൽ കുറച്ച് പൈസ കിട്ടൂലേ, അതിന് ഒട്ടകത്തെ വാടകയ്ക്ക് വാങ്ങിയിട്ട് ഞാൻ വരാം. ദാക ഖൂതി വ ഖൂതുകി, അത് നിനക്കും എനിക്കും നമുക്ക് തിന്നാനുള്ള ഭക്ഷണമല്ലേ, അത് മുക്കാൻ പറയാ. ഏതായാലും ഓർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല. ഭർത്താവ് പോയി, ഹജ്ജിന് പോയി, തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ ഭാര്യ ഹബീബിൻ്റെ അടുത്തേക്ക് വരികയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമ്മയുടെ ഹജ്ജ് ചെയ്യാനുള്ള പൂതി കണ്ടിട്ട് തങ്ങൾ ചിരിച്ചു എന്നാണ് ഇതിൻ്റെ പശ്ചാത്തലം. അങ്ങനെ അവർ വന്നു. എന്നിട്ട് ഭർത്താവിനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്കൊന്ന് ചെല്ലണങ്ങളെ, അഖ്രിഉഹു മിന്നിസ്സലാം വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയണം ഞാൻ അവരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണം മാ യഅദിലു ഹജ്ജതൻ മഅക, നബിയെ അങ്ങയോടുകൂടെ ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അതിന് തത്തുല്യമായ എന്ത് ചെയ്താലാണ് അങ്ങയുടെ കൂടെ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുക എന്ന് പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞു. അന്ന് നബിയോട് നിങ്ങൾ പോയി ചോദിക്കണം എന്ന് പറഞ്ഞു. ഭർത്താവ് നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം സ്വഹാബിയല്ലേ, പോയിട്ട് ചോദിച്ചു.
അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അരികത്തേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇംറഅതി തുഖ്രിഉക അസ്സലാം വറഹ്മത്തുള്ളാഹ്, അവരങ്ങയോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്നുണ്ട് നബിയേ. വ ഇന്നഹാ സഅലതനി ഉഹിജ്ജുഹാ, എൻ്റെ കൂടെ ഹജ്ജ് ചെയ്യണം എന്നവൾ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്തില്ലല്ലോ നിങ്ങളെ കൊണ്ടുപോകാൻ. അപ്പോൾ അവർ പറഞ്ഞു, അഹിജ്ജനി അലാ ജമലിക ഫുലാൻ, ആ ഒട്ടകണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് അള്ളാഹ്ക്ക് കൊടുത്തതാണല്ലോ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ലൗ കുൻത അഹ്ജജ്തഹാ അലൈഹി കാന ഫീ സബീലില്ലാഹ്, ആ ഒട്ടകപ്പുറത്ത് നിങ്ങൾ അവരെ ഹജ്ജ് ചെയ്യിച്ചിരുന്നുവെങ്കിൽ അതും അള്ളാഹിൻ്റെ മാർഗത്തിൽ തന്നെയാണല്ലോ. അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുത്തതല്ലേ. അപ്പോൾ ഒരു പെണ്ണിന് അള്ളാഹിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്യാൻ ആ ഒട്ടകം ഉപയോഗിച്ചു, അത്രയല്ലേ വരുള്ളൂ. അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് ചെയ്യിക്കാമായിരുന്നു എന്ന് തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലത്ത്, അപ്പോൾ പിന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാനത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, അഹിജ്ജനി അലാ നാദുഹിക, ആ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ഒട്ടകമുണ്ടല്ലോ, കയർ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കേ ചുറ്റും, അങ്ങനെയാണ് വെള്ളം കോരുന്നൊരു പരിപാടിയുണ്ട് ഒട്ടകത്തെ ഉപയോഗിച്ചിട്ട്. അത് എനിക്കും നിൻ്റെ മകനും ഉപയോഗിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഫബിഅ്തമറതക, ആ പഴം വിറ്റൂടെ എന്ന് ചോദിച്ചു. ഫദഹിക നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഹിർസിഹാ അലൽ ഹജ്ജ്, ഹജ്ജിന് വരാനുള്ള അവരുടെ ആഗ്രഹം കണ്ടപ്പോൾ പുണ്യ റസൂൽ ചിരിച്ചു എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാം. ഹബീബിന് ചിരി വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് ചെയ്യാനല്ലേ ഈ കൊതിക്കണത്? യാ അല്ലാഹ്, ഹജ്ജ് ചെയ്യാനായി കൊതിക്കണത്. ഇപ്പോൾ ഉംറ ചെയ്യാനൊക്കെ കൊല്ലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഉമ്മ ഹജ്ജ് ഉംറക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം, അത് കുറേ കാലമായിട്ട്, അതിന് മക്കളോ ഭർത്താവൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഉമ്മ ഉംറക്ക് പോകണമെന്ന് ആഗ്രഹം, അത് ദുആ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ ഉമ്മയുടെ ആഗ്രഹം നടപ്പാക്കാൻ അവരെ ഉംറ ചെയ്യിക്കുന്നത് ജോർഡാനിൽ കിടക്കണ ഒരു അറബിയാണ്. അദ്ദേഹമാണ് ആ ഉമ്മാക്ക് ഉംറ ചെയ്യാനുള്ള പൈസ കൊടുത്തിട്ട് പറഞ്ഞേക്കണത്. ആ അറബിക്ക് ഈ താൻ അറിയില്ല, താത്താക്ക് മൂപ്പരെ അറിയില്ല. പക്ഷേ അള്ളാഹു അതിന് ഉത്തരം കൊടുത്തോ ഇല്ലേ? അള്ളാഹ് കൊടുത്തു. അള്ളാഹ് എവിടെ നിന്നാണ്? മക്കളോട് ചോദിച്ചാൽ മക്കൾക്ക് തരാൻ പറ്റില്ല. നാട്ടുകാരുണ്ടോ ഉംറക്ക് പോകാനൊക്കെ പൈസ ഇട്ട് കൊടുക്കണേ? അല്ലാതെ എത്രയോ വിഷയങ്ങൾ നാട്ടിലില്ലേ. അപ്പോൾ അതൊന്നും നടക്കോ ഇല്ലേ എന്നൊക്കെ വിചാരിക്കുമ്പോഴും നമ്മളറിയാത്ത വഴിയിലൂടെ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു ആ കാര്യം നടത്തിത്തരുന്ന. അള്ളാഹുവിൻ്റെ അടുത്ത് പല വഴികളുണ്ട്. അപ്പോൾ അവരുടെ കൽബിലേക്ക് ഇങ്ങനെ തോന്നിപ്പിച്ച് കൊടുക്കണ്ടേ? സുബ്ഹാനല്ലാഹ്. ഏതായാലും ഭർത്താവ് നബി തങ്ങളോട് വന്ന് പറയാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അമറത്തിനി, എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, അങ്ങയോടൊന്ന് ചോദിക്കണം, മാ യഅദിലു ഹജ്ജതൻ മഅക്. ഇതിന് ഉത്തരം നബി തങ്ങൾ എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? അഖ്രിഹാ അസ്സലാമ വറഹ്മത്തുള്ളാഹ്, നിങ്ങളുടെ ഭാര്യയോട് അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ സലാമും ഉണ്ടാവട്ടെ എന്ന് എൻ്റെ സലാം അവരറിയിച്ചേക്കണം. വ അഖ്ബിർഹാ, അവരോട് പറയണം, അന്നമാ യഅദിലു ഹജ്ജതൻ മഈ, എൻ്റെ കൂടെ ഹജ്ജ് ചെയ്താലുള്ള കൂലി കിട്ടാവുന്ന ഒരു കാര്യം ഉംറത്തുൻ ഫീ റമദാൻ, റമദാനിലെ ഉംറയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിൽ ഉംറക്ക് പോയാൽ ഹബീബിൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത കൂലിയാണ്. മറ്റേത് ഹജ്ജ് ചെയ്ത കൂലി കിട്ടും, ഉംറ ചെയ്ത കൂലി കിട്ടും. സുബഹിസ്കാരം കഴിഞ്ഞ് തുലൂ കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് ഇഷ്റാഖ് നിസ്കാരമോ ദുഹായോ നിസ്കരിച്ച് പിരിയാണെങ്കിൽ ഉംറയുടെ കൂലി കിട്ടും. പക്ഷേ ഹജ്ജതൻ മഈ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഹജ്ജ് ചെയ്ത കൂലി ഉംറത്തുൻ ഫീ റമദാൻ, റമദാനിലെ ഉംറക്ക് അങ്ങനെ ഒരു കൂലിയുണ്ട്.